തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയും സഹപ്രവർത്തകൻ സുഗാന്തും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? എത്ര തവണ അവർ ഒന്നിച്ച് യാത്രകൾ ചെയ്തു? യുവതി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കാരണം എന്താണ്? പ്രതി സുഗാന്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സുഗാന്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ഡയറിയിലും പല തെളിവുകളുമുണ്ട്. ഇവർ ഒന്നിച്ച് സഞ്ചരിച്ചതിൻ്റെ യാത്രാരേഖകളും പോലീസ് പിടിച്ചെടുത്തു. സുഹൃത്ത് സുഗാന്തിൻ്റെ പെട്ടെന്നുള്ള പ്രകോപനമാണ് ആത്മഹത്യ കാരണമെന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. പ്രതിക്കായി അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായിരുന്ന പത്തനംതിട്ട കൂടൽ സ്വദേശിനിയായ 24-കാരിയുടെ ആത്മഹത്യയിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കേസിലെ പ്രതി സുഗാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പരിശോധന നടത്തി. യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുള്ളതായി പോലീസ് വ്യക്തമാക്കി. തെളിവുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതി സുഗാന്ത് വിദേശത്തേക്ക് കടന്നിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലും അന്വേഷണം നടക്കുന്നതായും DCP നകുൽ ദേശ്മുഖ് പറഞ്ഞു. ബേസിക് ആയിട്ട് കുറെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് നമ്മൾ എടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അതിന്റെ ഏകദേശം ഒരു 3 ലക്ഷം വരെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈനാൻഷ്യൽ ചീറ്റിംഗ് പിന്നെ അതിന്റെ ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള സെക്ഷൻസ് ഈ കേസിൽ ചേർത്തിട്ടുണ്ട്. യുവതിയുടെ ഫോൺ പൂർണ്ണമായും നശിപ്പിച്ചു. അതിൽ നിന്ന് ഒന്നും വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ബിക്കോസ് വി കുഡ് നോട്ട് സ്പെസിഫിക്കലി ടെൽ എന്തൊക്കെ ആയിരുന്നു. ബട്ട് ആ സമയത്ത് കോളുകൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. പ്രതി കിട്ടിയ ശേഷം ആളിനോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവും. ആ സമയം തന്നെ ആ മൊബൈൽ ട്രെയിൻ തട്ടിയ സമയത്ത് ആ മൊബൈൽ നശിപ്പിക്കുക ആയതുകൊണ്ട് നമുക്ക് അതിന്റെ തെളിവുകൾ ഇപ്പോൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ whenever we get that evidence then we can ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്തൊക്കെ എക്സാക്ട് റീസൺ ആയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് പോലീസ് സുഗാന്തിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. വീട്ടിൽ നിന്നും സുഗാന്തിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഡയറികൾ, യാത്രാരേഖകൾ തുടങ്ങിയവ ലഭിച്ചു. IB ഉദ്യോഗസ്ഥയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്ന യാത്രാരേഖകളാണ് ലഭിച്ചത്. മൊബൈൽ ഫോണിൽ നിന്ന് ചാറ്റുകളും ലാപ്ടോപ്പിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.